ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. കുറേ ദിവസമായി കേട്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. മനഃപൂർവ്വം ഇടാതിരിക്കുന്നതല്ല, കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. എല്ലാം അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ ആയതുകൊണ്ടാണ് കേട്ടോ. വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണ്ടേ, അതൊന്നും കിട്ടാതെ ആയതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ ആയി പോണത്. ഷോർട്സ് വരെ ഇപ്പം മുടങ്ങി നിൽക്കുന്നൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വലിയ ബഹുലമായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല. ഒരു കുഞ്ഞു വീഡിയോ ആണ്, സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പം രാവിലെ 6 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോകണം, അതിന് വേണ്ടിയിട്ടാണ് രാവിലെ എണീറ്റത്. ഇന്ന് സാറ്റർഡേ ആണ്, മോനോട്ടിന് സ്കൂളിലൊന്നും പോകണ്ട. യഥാർത്ഥത്തിൽ ലേറ്റായിട്ട് എണീറ്റാൽ മതി, പക്ഷേ രാവിലെ എണീറ്റ് കേട്ടോ അമ്പലത്തിലോട്ട് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുളിക്കാൻ വേണ്ടിയിട്ട് പോവേലേ, അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് പിന്നെ കുക്കിംഗ് പരിപാടിയിലോട്ട് മാത്രം കടന്നാൽ മതിയല്ലോ എന്ന്. അല്ലെങ്കിൽ സാധാരണ ഇപ്പം എനിക്ക് സമയമില്ലാത്ത സമയത്ത് അമ്മ തന്നെയായിരിക്കും ഫുള്ള് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് കഴുകി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വിനോദയാത്രയിലൊരു പാട്ടുണ്ട്, കണ്ണെത്താ ദൂരത്ത് കയ്യെത്തണം, കയ്യെത്താ ദൂരത്ത്, അങ്ങനെ ഒരു പാട്ടില്ലേ, അതേപോലെയാണ്. മനസ്സെത്തുന്നിടത്ത് കൈ എത്തിയില്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. പിന്നെ കുറേ അങ്ങ് പല കാര്യങ്ങളായതുകൊണ്ട് കുറേ കാര്യങ്ങൾ അങ്ങ് അടിയിലടിയിലായി പോവുകയാണ്. ഒരു നല്ല ക്ലീനിങ്ങിനുള്ള വകയുണ്ട്. കുറേ തുണികൾ പറക്കി ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നടക്കുന്നില്ല. സത്യം പറയാനും ഭയങ്കര വിഷമമാണ്. ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇനി എല്ലാം എപ്പോഴാണൊന്ന് ലെവലാക്കി എടുക്കാൻ പറ്റുന്നത് എന്നൊന്നും അറിയാൻ വയ്യാതെ ഭയങ്കര ഒരു വിഷമമുണ്ട് കേട്ടോ. എല്ലാം കൂടി അങ്ങ് ആവിയൽ പരുവത്തിൽ കിടക്കണം കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്നില്ല. അപ്പോൾ പല കാര്യങ്ങളായി, പല ടെൻഷനുകളായി. അപ്പം അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഒന്നും പ്രോപ്പറായിട്ട് നടക്കാത്തത്. നല്ലൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു ദിവസം ലീവ് എടുത്ത് ഫുൾ ഡേ നിന്ന് ചെയ്യണമെന്നുണ്ട്. പിന്നെ എൻ്റെ ആരോഗ്യം കൊണ്ട് എനിക്ക് ഫുൾ ഡേ ആകുമ്പോഴത്തേക്കും ഞാൻ കിടപ്പാവും കേട്ടോ. ഇപ്പോൾ 2 ഡേ എടുത്തെങ്കിലും തീർക്കണമെന്നുണ്ട്. നല്ല ക്ലീനിങ്ങിനുണ്ട്, വലയടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ വേറൊരു ദിവസം ഒരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ഒരേ സമയം എൻ്റെ ഊഹ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം 10-15 കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ ഡ്രൈവൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഓരോന്ന് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കും കേട്ടോ. ഇപ്പോൾ ഇച്ചിരി വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ എന്താണ് അടുത്ത പ്ലാൻ, എന്താണ് ഇങ്ങനെ അങ്ങനെ എന്താ പറയുക, ഫുൾ പ്ലാനിങ്ങോട് കൂടിയാണ്. കൂടുതൽ പ്ലാൻ ചെയ്താലും കണക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾക്ക് എനിക്ക് ഒരു സമയം പോലും മെമ്മറി റെസ്റ്റ് ഇല്ല കേട്ടോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നെങ്കിൽ കൂടിയും എൻ്റെ മൈൻഡൊന്നും അവിടെ ആയിരിക്കില്ല കേട്ടോ. പല കാര്യങ്ങളായിരിക്കും. എന്നെ നേരിട്ട് കാണുമ്പോഴൊക്കെ ഒരുപാട് പേര് ചോദിക്കും, യൂട്യൂബിൽ വീഡിയോസ് ഇപ്പോൾ കുറഞ്ഞു വരികയാണല്ലോ എന്ന്. സത്യമാണ്, ഇച്ചിരി കുറഞ്ഞു വന്ന് തുടങ്ങി. പക്ഷേ അത് തിരക്കുകൊണ്ട് മാത്രമാണ്. മനഃപൂർവ്വം യൂട്യൂബിനെ അവോയ്ഡ് ചെയ്യുന്നതല്ല കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, യൂട്യൂബിന് ഇൻകമൊക്കെ വന്ന് തുടങ്ങിക്കാണുമല്ലോ, ലക്ഷങ്ങൾ എന്നൊക്കെ. എനിക്ക് ഇതുവരെയായിട്ടും സത്യസന്ധമായിട്ടും പറയാം, ഒരു ഇൻകവും വന്നിട്ടില്ല കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത് കൊണ്ട് തന്നെയാണ്. യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടും എന്ന് വിചാരിക്കുന്നവരോട് എനിക്ക് ഇത്രയും പറയാനുള്ളൂ കേട്ടോ. എനിക്ക് മാസത്തിൽ ഒരു വട്ടമെങ്കിലും ശാസ്താക്ഷേത്രത്തിൽ, എല്ലാ ക്ഷേത്രത്തിലും ഞാൻ വീടിനടുത്തുള്ള എല്ലാ ക്ഷേത്രത്തിലും ഞാൻ പോവാറുണ്ട്. എന്നിരുന്നാലും ശാസ്താക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം വരത്തില്ല. പ്രത്യേകിച്ച് എനിക്ക് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പം ആ ദിവസം എനിക്ക് ഇന്നാണ്. അപ്പോൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ടാണ് രാവിലെ എണീറ്റത് കേട്ടോ. കഴിഞ്ഞ ശനിയാഴ്ചയും വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത ശനിയാഴ്ച ആവട്ടെ. മടി വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാകത്തില്ല. അമ്പലത്തിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പോക്കായിരിക്കും. പക്ഷേ ഒത്തിരി ദിവസം നമ്മൾ പോവാതിരുന്ന് നോക്ക്, പിന്നെ പോകാനേ പറ്റത്തില്ല, ഭയങ്കര മടിയായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അമ്മയും മോനോട്ടിനൊക്കെ നല്ല ഉറക്കമാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ഉറക്കം നന്നായിട്ട് കിട്ടുന്നുണ്ട്. മറ്റേത് ഉറക്കം കിട്ടണില്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് നമുക്കിപ്പോൾ രാവിലെ വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉറക്കമൊക്കെ ഇപ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. മോനോട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവത്തില്ല. ഞാൻ അമ്പലത്തിൽ പോകാൻ നേരത്ത് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് അവ എണീക്കുന്നതിന് മുമ്പ് ഇറങ്ങണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അതൊന്നും നടന്നിരുന്നില്ല. അവ എണീറ്റിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത്. അങ്ങനെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വന്നപ്പോഴത്തേക്കും വെളിയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. വെളിയിൽ കുറച്ച് കലങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കലം എല്ലാം ഇപ്പോൾ കഴുകുന്നത് അമ്മ തന്നെയാണ്. കാരണം എനിക്കൊന്നും നേരെ ചൊവ്വേ ശ്രദ്ധിക്കാൻ പറ്റണ ഒരു മൈൻഡും അല്ല, ആ ഒരു സിറ്റുവേഷനിലും അല്ല കേട്ടോ. അതെന്താ റീസൺ എന്നുള്ളത് പിന്നീട് എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പം പറയാം കേട്ടോ. അങ്ങനെ കുറച്ച് കലങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ചോറും മീൻകറിയൊക്കെ ഇവിടെ മിക്കപ്പോഴും കലത്തിലായിരിക്കും വയ്ക്കുന്നത്. അപ്പോൾ നല്ല കരി ഉണ്ടായിരിക്കും. അമ്മ ഈ ലാസ്റ്റ് ദിവസം, അതായത് തലേ ദിവസം അമ്മ അടുപ്പത്ത് കലം വയ്ക്കാൻ നേരത്ത് അതിനകത്ത് മണ്ണാണെന്ന് തോന്നുന്നു, അകത്തല്ല, വെളിയിൽ
വെളിയിൽ മണ്ണാണെന്ന് തോന്നുന്നു പൂശിയിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ കരി പറ്റത്തില്ല എന്നും പറയും, ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കലം വലുതായിട്ട്, ഈ കലത്തിലാണ് കേട്ടോ മണ്ണ് തേച്ചിരുന്നത്. അപ്പോൾ ഈ കലം എനിക്ക് വലുതായിട്ട് അങ്ങ് ഗുസ്തി പിടിക്കേണ്ടിയൊന്നും വന്നിരുന്നില്ല, പെട്ടെന്ന് തന്നെ കരിയല്ല വീട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കണേ. കിട്ടു രാവിലെ തന്നെ എൻ്റെ പിറകെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇത്തിരി തൂത്തായിരുന്നു, അപ്പോൾ തൂത്ത സൗണ്ട് കേട്ടിട്ടാണ് ആശാൻ അവിടെ നിന്ന് ഓടി വന്നത്. രാവിലെ എണീറ്റ് ഈ തലയിൽ കൂടെ തണുത്ത വെള്ളം വീത്തണത് എനിക്ക് ഇച്ചിരി പാടുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് നല്ല ശീലമൊന്നും അല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തോ രാവിലെ 5 മണിക്കും 6 മണിക്കും 4 മണിക്കൊക്കെ കുളിക്കാൻ എന്തോരം ബുദ്ധിമുട്ടാണെന്നറിയാവോ. തലയിൽ കൂടെ വെള്ളം വീത്തുന്ന സമയത്ത് ഞാൻ ഉള്ള ദൈവങ്ങളെ അത്രയും വിളിച്ചാണ് വീത്തുന്നത് കേട്ടോ. ശിവനെ, തണുപ്പ് എനിക്ക് ഭയങ്കര പാടുള്ള കാര്യമാണ്. പക്ഷേ ഒന്ന് കുളിച്ച് ആ തണുപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊന്നും അല്ലാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ കുളിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ നനഞ്ഞ കോഴിയെ കണക്ക് നിൽക്കുന്നത് കൊണ്ട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മേല് കഴുകിയിട്ട് എങ്ങോട്ടെങ്കിലും പോകാറുള്ളൂ. അമ്പലത്തിൽ പോകുന്ന സമയത്ത് മാത്രം രാവിലെ എണീറ്റ് കുളിക്കും കേട്ടോ. അല്ലാത്തപ്പോഴത്തേക്കും സത്യം മുടി സ്മൂത്തും കൂടെ ചെയ്തേക്കണത് കൊണ്ട് ഭയങ്കര ഒരു ബോറിങ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഡ്രയർ അടിച്ചൊക്കെ ഞാൻ ഉണക്കണം. ഞാൻ അങ്ങനെ ചൂട് അങ്ങനെ ഹെയറിന് ഒരുപാട് കൊടുക്കത്തില്ല. ഇപ്പം പിന്നെ മുടിയും കൂടെ വളർന്നത് കൊണ്ട് റൂട്ടൊക്കെ ചെയ്യാറായതുകൊണ്ട് നമ്മൾ കുളിച്ചിട്ട് വെളിയിറങ്ങി പോകുമ്പോൾ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഞാൻ ചായ കുടിക്കുന്നതൊക്കെ വളരെ കുറച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ വ്ളോഗ് എടുക്കുന്ന നേരത്ത് ആദ്യം ഇടുന്നത് ചായയാണ്. ഇപ്പം എനിക്ക് ചായ കുടിക്കുമ്പോഴത്തേക്കും ഞാൻ ശീലം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ചായ കുടിക്കാൻ നേരത്ത് എനിക്കൊരു ഒമിറ്റിങ് പോലെ വരും. അല്ലെങ്കിൽ എന്താണ്, എനിക്ക് ആ മധുരം പിടിക്കത്തില്ല, നാക്കിനൊരു രുചിയില്ലാത്ത കണക്കൊക്കെ എനിക്ക് തോന്നും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രാവിലെ ചായ അങ്ങ് ഒഴിവാക്കി. യഥാർത്ഥത്തിൽ ഞാൻ കുടിക്കുന്നത് നിർത്തണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ വെറുത്ത് നിർത്തുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ. മറ്റത് എപ്പോഴും ചായ ചായ എന്നായിരുന്നില്ലേ. ഇപ്പോൾ പിന്നെ ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ വിശന്നിരിക്കുകയാണ്. ഇപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതല്ലാതെ വിശന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചായ കുടിക്കാറുണ്ട്. അതല്ലാതെ ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോഴേ ചായ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വരാറില്ല കേട്ടോ. അപ്പോൾ ഇപ്പം വെള്ളം കൂടി ഇപ്പം നല്ല പോലെ ഉണ്ട്. നല്ല പോലെ വെള്ളം കൂടി എന്ന് പറഞ്ഞാൽ ഇപ്പം ചൂടിൻ്റെ സമയം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ശരീരത്തിന് പിന്നെ വെള്ളം കുടിക്കുന്നത് നല്ലതാണല്ലോ. എന്നാലും അബ്നോർമലായിട്ടുള്ള വെള്ളം ദാഹമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഷുഗർ ഉണ്ടോയെന്നൊക്കെ ഇടയ്ക്ക് നോക്കിയെന്ന്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ കാര്യമൊന്നും അറിയത്തില്ല, വേനലായതുകൊണ്ടായിരിക്കാം. ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു മുത്താരമ്മ ക്ഷേത്രമാണ്. കൊച്ചിലേ ഞാൻ ഇവിടെ വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് പ്രായമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5, 6, 7 പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഉത്സവത്തിനൊക്കെ ഞാൻ മിക്കപ്പോഴും വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിയുന്നതിന് മുമ്പ് 2 വർഷം മുമ്പൊക്കെയാണ് ഞാൻ പിന്നെ അങ്ങനെ വരക്കൊന്നും ഇല്ലാതെ ആയിപ്പോയത്. ഇവിടെ മിക്കപ്പോഴും പണ്ട് അമ്മയും അച്ഛനും ഒക്കെ വന്ന് ഉത്സവം കാണുന്ന സ്ഥലമൊക്കെ തന്നെയായിരുന്നു. ഇത് ഞാൻ സ്ഥിരം വരുന്ന ശാസ്താക്ഷേത്രം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഞാനിങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ടെന്ന്. അപ്പം ആ ക്ഷേത്രം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. ഇത് എൻ്റെ നാട്ടിലെ അമ്പലമാണ് കേട്ടോ. ഉത്സവം ഇപ്പോൾ കഴിയുന്നേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ്. ഇന്നത്തെ ടൈം ടേബിൾ ജോലിക്ക് പോകണം, അതിനിടയിൽ PTA മീറ്റിങ്ങിന് സ്കൂളിൽ പോകണം കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ സംഗതി ഞാനതങ്ങ് മറന്നു. തലേ ദിവസം ഞാൻ ഓർത്താണ് കിടന്നത്, പക്ഷെ രാവിലെ എണീറ്റപ്പോൾ മറന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇടയ്ക്കാണ് ഞാൻ ഓർക്കുന്നത് PTA മീറ്റിങ്ങിന് പോകണമല്ലോ എന്ന്. അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങിയേ ഈ മുഖത്ത് ഈ ചന്ദനക്കുറി ഇട്ട് നടക്കുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് അല്ലേ. നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ എന്തോ ഒരു റിസൾട്ടല്ലേ. എനിക്കങ്ങനെ തോന്നാറുണ്ട്. നിങ്ങൾക്കങ്ങനെ തോന്നുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് തൊഴുതിറങ്ങി പിന്നെ 2-3 അമ്പലങ്ങളിൽ ഞാൻ പോയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇങ്ങനെയെന്ന്. അത് ഇറങ്ങുന്ന സമയം ഞാൻ അങ്ങ് ഏകദേശം അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി തൊഴുവും. കാരണം എപ്പോഴും ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഇപ്പം. അതുകൊണ്ട് പോകുന്ന വഴിയിൽ ഉള്ള അമ്പലങ്ങളിലൊക്കെ ഞാൻ സ്ഥിരം പോകുന്ന അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ട് കേട്ടോ. ഇത് വെഞ്ഞാറമൂട് മാണിക്കോട് മഹാദേവ ക്ഷേത്രമാണ്. ഇപ്പോൾ ഇവിടെ ഉത്സവം നടക്കുകയാണ്. പേരുകേട്ട അമ്പലമാണ്. അതുകൂടാതെ തന്നെ ഞാൻ ഇതിൻ്റെ വ്ളോഗ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ അമ്പലം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നതാണെങ്കിലും മേള എല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. വെഞ്ഞാറമൂട് വഴി പാസ് ചെയ്ത് പോയവരാരും ഈ ഉത്സവ സീസണിൽ ആരും ഈ അമ്പലം മറക്കത്തില്ല കേട്ടോ. തൊഴുതിറങ്ങാൻ നേരത്തെ തിരുമേനി ദൈവത്തിന് ചാർത്തിയ പൂവ് തന്നായിരുന്നേ. റോസാപ്പൂവാണ് തന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിരുന്നത്. അപ്പോൾ അതിങ്ങനെ എവിടെയെങ്കിലും കളയോ ചവിട്ടാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അപ്പോഴേ അങ്ങ് തലയിൽ വെച്ച് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ട് ഇനി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഡിലേ ആവും, സമയം താമസിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ എനിക്ക് വിശപ്പൊക്കെ അടിച്ചു തുടങ്ങി കേട്ടോ. പിന്നെ ഗത്യന്തരം ഇല്ലാതെ
ഞാൻ പിന്നെ ഒരു ചായയും ഒരു വടയും കൂടെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കാപ്പി ഐറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ച് വീട്ടിൽ ചെന്നിട്ട് കാപ്പി കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ ചായയും വടയും കൂടെ കഴിക്കാമെന്ന് കരുതി കേട്ടോ. ശരിക്കും വിശന്നിരിക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ വിശന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കിളി പറക്കും. അപ്പോൾ അത്രത്തോളം മൂർധന്യ അവസ്ഥയിൽ എത്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചായയും വടയും കഴിക്കുന്നതാണ് കേട്ടോ. എന്നെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല, പക്ഷെ ഒരുപാട് ആൾക്കാർ ആ കടയിലുണ്ടായിരുന്നു. എന്നിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. എന്നിരുന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കും, അത് വേറെ കാര്യം. അങ്ങനെ വീട്ടിൽ വന്നു, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് വീട്ടിലോട്ട് വന്നു. അപ്പം ദോശയും തലേ ദിവസത്തെ മീൻകറിയായിരുന്നേ. അയ്യോ ഒന്നും പറയണ്ട, നല്ല അടിപൊളി ചൂരക്കറിയായിരുന്നു. അത് എനിക്ക് സാധാരണ ഈ ദോശ ആയാലും മീൻകറി ആയാലും ഒരുപാട് തണുത്ത് കഴിഞ്ഞ് കഴിക്കണത് എനിക്കിഷ്ടമല്ല. തണുപ്പ് വരുമല്ലോ, എനിക്കത് ഇഷ്ടമല്ല. ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. അപ്പോൾ ദോശ എനിക്ക് അപ്പോഴും ചുട്ട് തന്നതാണ്. പിന്നെ വരുന്ന വഴിക്ക് മീനും തേങ്ങയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ അതിനെടുക്കാനുള്ള ആ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് നിൽക്കവെയാണ് ധന്യയും കണ്ണണ്ണനും കൂടെ പാസ് ചെയ്ത് പോയത്. അപ്പോൾ അവർ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, എടി നീ പിറ്റേ മീറ്റിങ്ങിന് പോണില്ലേന്ന്. അപ്പം ഞാൻ അയ്യോ ഞാൻ മറന്നുപോയി, ഞാൻ ഇന്നലെ ഓർത്ത് ഇന്ന് മറന്നുപോയി എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ എൻ്റെ ഷെഡ്യൂൾ വീണ്ടും മാറി. അങ്ങനെ നേരെ ഇനി സ്കൂളിൽ പോയിട്ട് വേണം എനിക്ക് ജോലി സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി കേട്ടോ. അപ്പം നല്ല ആസ്വദിച്ചാണ് ഞാൻ ദോശയും മീൻകറിയും തിന്നണത്. കാരണം നല്ല വറ്റി കിടന്ന മീൻകറിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇവിടുത്തെ മീനൊക്കെ നല്ല ഫ്രഷ് മീനായതുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസമാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മീനിൻ്റെ കഷ്ണം പോലും ഉടയത്തില്ല, അത്രയ്ക്ക് ഫ്രഷായിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ അപ്പോൾ സ്കൂളിലോട്ട് പോകണം. സ്കൂളിൽ പോകാൻ നേരത്തെ ഞാൻ മോനിട്ടറോട് ചോദിച്ചു, എടാ നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറയണേ. അപ്പം പറയണേ, ഇല്ലമ്മ ഞാൻ ഒരു കുരുത്തക്കേടും കാണിച്ചിട്ടില്ല, ഞാൻ നല്ല കൊച്ചാണെന്ന് പറയും. അപ്പോൾ ഞാൻ ചിരിക്കാൻ തയ്യാറായി തന്നെയാണ് സ്കൂളിൽ പോയത് കേട്ടോ. അവൻ്റെ ഭാഗത്തുനിന്ന് കുറേ കുസൃതികൾ കാണും, അല്ലെങ്കിൽ എന്താണ് ചിരിക്കാൻ വകയുള്ള എന്തെങ്കിലുമൊക്കെ കാണുമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. എന്തായാലും സ്കൂളിൽ ചെന്നിട്ട് പരാതികൾ കേൾക്കുമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ പോയത്. ചിരിക്കാനുള്ള വക കാണുമെന്ന് ഞാൻ കരുതി തന്നെയാണ് ഞാൻ പോയത്. കാരണം എന്നെ കാണുമ്പോൾ മാത്രമേ അവന് വാലുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. വെളിയിലൊക്കെ അച്ചടക്കമുള്ള നല്ലൊരു കുട്ടി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പറയുകയും ചെയ്ത് അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയ്ക്ക് പറഞ്ഞിട്ടൊക്കെ പോയി കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് സ്കൂൾ അടയ്ക്കും. അപ്പോൾ എന്തെങ്കിലും ക്ലാസ്സിന് ചേർക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്കൂളിലെത്തി പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. അവനെക്കുറിച്ച് നല്ല അഭിപ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല മാർക്കായിരുന്നു കേട്ടോ. ആൾ എല്ലാത്തിനും നല്ല രീതിയിൽ ആൻസറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാർക്ക് ഷീറ്റിന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.